നമ്മൾ ഇത്രയും കുറേ വിശേഷങ്ങൾ പറഞ്ഞു ഓൾറെഡി. പക്ഷെ കുറേയേറെ വിശേഷങ്ങൾ ഇനിയും പറയാൻ ബാക്കിയുണ്ട്. ഞങ്ങൾക്ക് ടൈമില്ല. എന്താ പറയുക, നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ശരിയല്ല. അപ്പം കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറയാണ്. ബിസിനസ് വന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നില്ലെങ്കിലും വന്നവരെ നല്ല രീതിയിൽ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർ ഞങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ഓരോരുത്തരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ ഞങ്ങൾ അവിടെ ആ നാട്ടുകാർ അവരെന്ന് വെച്ചാൽ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷോപ്പിന് തൊട്ടടുത്തായിട്ടുള്ള കുറച്ച് ചേച്ചിമാർ, അതിൽ 2 ചേച്ചിമാർ വന്നിട്ട് ഫസ്റ്റ് നോക്കിയിട്ടൊക്കെ പോയി. അപ്പോൾ അവർ വീണ്ടും കടയിലേക്ക് കയറി വന്നു, പർച്ചേസ് ചെയ്തതിന് ശേഷം അവർ തന്നെ അവരുടെ ഫാമിലിയിൽ ഈ ഒരു സമയത്ത് വരുന്ന കുറേ പേരുണ്ടാവില്ല, അവർക്ക് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ, അവരോടൊക്കെ പറഞ്ഞു ഇങ്ങനൊരു ഷോപ്പുണ്ട്, ഇതിനടുത്ത് തന്നെ ഉണ്ട്, നല്ല റീസണബിൾ റേറ്റിനാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെന്നുള്ളത് ഞങ്ങളല്ല അവർ പറഞ്ഞിട്ട് എന്ത് ചെയ്തു. അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സ് വന്നു. പിന്നെ ഞങ്ങളെ തൊട്ടടുത്ത് ഞങ്ങൾ ഈ ഒരു 5-6 ദിവസമായിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് കാരണം അതിനടുത്തുള്ള ഏകദേശം ഒരുപാട് ഷോപ്പിൽ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെ വന്നു, നല്ല കമ്പനി ആയിരുന്നു എല്ലാവരും ഞങ്ങളുടെ അടുത്ത്. കാരണം ഞങ്ങൾ എപ്പോഴും 2 പേരും ഇവിടെ ഫുൾ ടൈം ഉണ്ടല്ലോ. അപ്പോൾ അവർ വന്നിട്ട് അവരെ ഫാമിലിയെയും കൂട്ടിയിട്ട് ഞങ്ങളെ കടയിൽ വന്നു, പർച്ചേസ് ചെയ്തു. പിന്നെ അതൊക്കെ ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക അല്ലേ, ശരിക്കും ആ ഒരു പയ്യനൊക്കെ കയറി വന്നിട്ട് അമ്മ പറഞ്ഞു ഞാൻ വൈഫിനെയും കൂട്ടിയിട്ട് വരാം, പിന്നെ അവൾ വന്നിട്ട് എടുക്കട്ടെ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വൈഫിനെയും കൂട്ടിയിട്ട് വന്നിട്ട് അവർ ചെയ്തു. പിന്നെ ഇപ്പുറത്തെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ചേട്ടൻ അവിടെ ഭയങ്കര ബിസിയാണ്. കാരണം അവർ ഐസ്ക്രീം ഇതൊക്കെയാണ്. പുള്ളിക്കാരൻ വൈഫും വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വൈഫാണ്, ഒന്ന് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കും. പുള്ളിക്കാരി വെറുതെ ഒന്ന് കയറിയതാണ്. ഇങ്ങനെ എനിക്കും അവരെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അറിയാമെന്നുള്ള രീതി. പക്ഷെ വന്ന് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആൾ കംഫർട്ടായി. പിന്നെ അത് ഡ്രസ്സ് എടുത്തിട്ടാണ് അവർ വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആൻറ്റിക് ജ്വല്ലറി കളക്ഷൻസ് ഒന്നും. പിന്നെ ഒരു പാലക്കാട് നിന്ന് വന്നൊരു ടീം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ മാരേജ് ആണ് വരുന്ന ഏപ്രിലിൽ. അപ്പോൾ കുട്ടി പറഞ്ഞു ഇപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ഒരു പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു ഫുൾ സെറ്റ് തന്നെയാണ് വേണ്ടത്, എങ്ങനത്തെയൊക്കെയാണുള്ളത്. ഞങ്ങൾ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ കൊടുത്തു, അത് കണ്ടു. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത് നിന്ന് കോൺടാക്ട് നമ്പർ വാങ്ങിച്ചു, അവരുടെ നമ്പറും ഞങ്ങൾക്ക് തന്നു. കല്യാണം ആകുമ്പോഴേക്കും വിളിക്കാം, ഞങ്ങൾ ഷോപ്പിൽ വന്നിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓഫറിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ ഒരു ആൻറ്റിക് ജ്വല്ലറി ബ്രൈഡൽ കളക്ഷൻ ഉണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ അവിടെ കാണിച്ചു കൊടുത്തിരുന്നത്. അവർക്കത് ഓക്കെ ആയിരുന്നു. അപ്പം അവർ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വന്നു അല്ലേ. ഏകദേശം അവിടെ ഒരു 4 ദിവസം ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ കുറേ എൻക്വയറീസും കുറേ നല്ല ബന്ധങ്ങളും കുറേ നല്ല കസ്റ്റമേഴ്സുമാണ് ഞങ്ങൾക്ക് അതിലുണ്ടായ ലാഭം. പിന്നെ ഇനി നാളത്തെ ഒരു വിശേഷവും കൂടി അതാണ് മെയിൻ. ഇനി ഇന്നത്തെ നമ്മൾ അണ്ടലൂർ വിശേഷങ്ങളിൽ ഏകദേശം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. ഇനിയിപ്പോൾ നാളെ മുതൽ ഞങ്ങൾ അഗോര വരുന്നത് വെന്യൂ ഗോകുലം ഫോർട്ട് ഹോട്ടലിലാണ്. അതായത് ഞങ്ങളിപ്പം അഗോര ടീം, അതായത് ഒരു 18 വിമൺ എൻ്റർപ്രനേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായ അഗോര ടീം അവരെ ഒരു എക്സ്പോ ഗോകുലം ഫോർട്ടിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അവർ പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്, ഡ്രസ്സ്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അവരെ കൂടെ ഒരു എക്സ്പോക്ക് ഒരു ചാൻസ് ഞങ്ങൾക്കും കൂടെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അവരുടെ അടുത്ത് ഒരു പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ്. കാരണം എന്താ വെച്ചാൽ അതുപോലത്തെ ഒരുപാട് ലേഡീസ്, ഞങ്ങളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരൊക്കെ ഞങ്ങൾ പരിചയപ്പെടാൻ പറ്റി. ഈ ഒരു അഗോര ടീം അവർ നല്ല രീതിയിൽ ഞങ്ങളെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ കെയർ ചെയ്തു. ശരിക്കും ഞങ്ങളെ പ്രൊഡക്റ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ചാടിക്കയറി വാങ്ങിക്കുന്ന ഒരു സാധനങ്ങളല്ല. പക്ഷെ അവിടെ ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്താണെന്നുള്ള എൻക്വയറീസ്. സെയില് വലിയ മട്ടിലല്ലെങ്കിലും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 2ാം തവണയാണ് അഗോര ടീമിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ഞങ്ങൾക്കുണ്ട്. ഇപ്പം അണ്ടലൂര് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞങ്ങളൊന്ന് ഉഷാറായി, ഞങ്ങളൊരു ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങളൊന്ന് ഓക്കെയായി. ഉറക്ക ക്ഷീണമൊക്കെ മാറി. ഫുഡ് കഴിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പിന്നെ വെജിറ്റേറിയൻ ഫുഡ് ഞങ്ങൾക്ക് അങ്ങനെ റൈസ് ഐറ്റംസ് ഒന്നും കിട്ടാതെ ഞങ്ങൾ സ്നാക്സും കുറേ പൈനാപ്പിളും കുറേ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഫുഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഉറക്കം കംപ്ലീറ്റ് ഡിസ്റ്റർബ് ആയി. കാരണം നൈറ്റ് ഒരു 2 മണിക്കൂറാണ് ഞങ്ങൾ ഡേ വന്നിട്ടൊന്ന് കിടക്കുന്നത്. പിന്നെ ഞങ്ങളെ വർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞങ്ങൾക്കിപ്പോൾ മാറിക്കിട്ടി. ഇനി ഞങ്ങളിപ്പം ഒന്നുകൂടെ ഉഷാറായിട്ട് നാളെ അഗോരയിലേക്ക് പോവുകയാണ്. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് അവിടെ എക്സ്പോ ഉള്ളത്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പോവും. നാളെ മുതൽ ഞങ്ങൾ അഗോരയുടെ വിശേഷങ്ങളാണ്
ഷെയർ ചെയ്യുക. ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ളതും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരും. ഞങ്ങളെ വീഡിയോ എന്തായാലും കാണണം. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് കമൻസ് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് വേണം. എന്തൊക്കെയാണ് കമൻസ് വരുന്നത് ഒക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അണ്ടൊരു വിശേഷം പറഞ്ഞ് തീർന്നിട്ടില്ല, എന്തൊക്കെയോ ഇനിയും കുറേ ബാക്കി കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് ചോദിച്ചവർ അവർക്ക് ഞങ്ങൾ താങ്ക്സ് പറയുന്നുണ്ട്. അവർ അത് വാച്ച് ചെയ്യുന്നു. എല്ലാവരും കാണുക. നാളെ മുതൽ അഗോരൻ്റെ വിശേഷമായിട്ട് ഞങ്ങൾ നാളെ നിങ്ങളുടെ കൂടെ വീണ്ടും വരും. ഓക്കെ.